Good afternoon. Good afternoon, Miss. Good afternoon, miss. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു മാം. കഴിച്ചു. മാം കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. കുറച്ച് കഴിയും കഴിക്കാനായിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ആരാണ്? മിസ്. രാജലക്ഷ്മി. ഓക്കെ. Oh God, with the help of prayer, we fulfilling our challenges, forgot our sorrows. Let us walk up with a smile, the God emerging like a sun in our eyes. Also help us to development our progress and blessing with us joyful. ഇത്രേ ഉള്ളൂ മിസ്. Okay, then sign in. ഞാനാണ് മാം. Good afternoon, everyone. Today, my duty is to welcome everyone who has joined this online class. First, I honestly welcome my respected teacher Ashwati ma'am, and then my dear friends. Today, everyone has gathered to attend another new class by Ashwati ma'am. Let's make most of this opportunity and enjoy this class. Thank you. Ma'am, thought of the day. Parayata. പറഞ്ഞോളൂ. Every day is a new chance to make a difference. It's a phrase encourages positive mindset, suggesting that each day provides an opportunity for personal improvement. Thank you. Okay. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ടേബിൾ എഴുതിയിട്ടതൊക്കെ വായിച്ചോ? റീഡ് ചെയ്തായിരുന്നു എല്ലാരും? ഓക്കെ. നമ്മള് ഏത് ഏജ് വരെയാണ് പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? 5 years. 5 years കംപ്ലീറ്റ് ആയി? Complete ചെയ്തു മിസ്. കംപ്ലീറ്റ് ചെയ്തല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നേരെ നിങ്ങള് ടെക്സ്റ്റ് ബുക്ക് നോക്കുക കേട്ടോ. യൂണിറ്റ് 5 ആണ്, പാർട്ട് 2 ലാംഗ്വേജ് ഡെവലപ്മെന്റ്. കാണുന്നുണ്ടോ? ടെക്സ്റ്റില് കാണുന്നുണ്ടോ? നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കൂ കേട്ടോ. ഫസ്റ്റ് പേജ് ആദ്യം നിങ്ങൾ റീഡ് ചെയ്യുക കേട്ടോ. റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യാം.
ഓക്കെ, കഴിഞ്ഞു. ആരെങ്കിലും ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വായിച്ചു. ആരാണ് എക്സ്പ്ലെയിൻ? രശ്മി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ വായിച്ച കാര്യങ്ങൾ? ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ്. അതായത് വാക്കുകൾ പറയാനുള്ള ഒരു എബിലിറ്റിയാണ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ. ഇതാണ് നമ്മുടെ മറ്റുള്ള അനിമൽസിൽ നിന്നും നമ്മുടെ മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത്, സംസാരിക്കാനുള്ള കഴിവ്. ഫസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് സൗണ്ട് ഉണ്ടാക്കുന്ന ക്രൈ. കുട്ടികൾ ജനിച്ച് വീണ ഉടനെ തന്നെ ഫസ്റ്റ് ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വരുന്ന സൗണ്ടാണ് ക്രൈ, ഒരു കരച്ചിൽ സൗണ്ട്. ദെൻ കൂളിംഗ്, ദ ചൈൽഡ് പ്രൊഡ്യൂസർ സൗണ്ട് ഫ്രം അതാ. ഓക്കെ. അതായത് തൊണ്ടയിൽ നിന്നും ഒരു കൂയിങ് എന്നുള്ള സൗണ്ട് ആണോ ഉദ്ദേശിച്ചത്? തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണ് സൗണ്ട്. Then bubbling, the child combines a vowel and consonant sound and repeats continuously ba ba ba. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കൺസോണൻസും വവൽസും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ബ ബ ബ എന്നുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഫസ്റ്റ് മീനിങ് ഫുൾ വേർഡ് ജനറലി റിലേറ്റഡ് ടു പ്രൈമറി കെയർ ടേക്കർ. നമ്മുടെ കേൾക്കുന്നില്ലല്ലോ, ഭയങ്കര ഗ്യാപ്പ് ഉള്ളത് പോലെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഗ്യാപ്പിൽ നിന്ന് സംസാരിക്കുന്ന പോലെ. ഇപ്പോഴോ മാം? ഇപ്പോഴോ? ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ഫസ്റ്റ് മീനിങ് ഫുൾ വേർഡ്, അതായത് പിന്നെ അവർ സംസാരിക്കുന്നത് നമ്മുടെ പ്രൈമറി കെയർ ടേക്കേഴ്സായി നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും, അതായത് മ പ അങ്ങനെയുള്ള വാക്കുകളാണ്. ദെൻ സിംഗിൾ വേർഡ് സെൻറ്റൻസ്, ചെറിയ ചെറിയ സെൻറ്റൻസുകൾ, അത് ബോൾ എന്ന് ഉച്ചരിക്കും. ദെൻ ക്യാൻ മീൻ ഐ സി എ ബോൾ, ഐ വാണ്ട് ദ ബോൾ, മൈ ബോൾ ഫെൽ ഡൗൺ. അതായത് എൻ്റെ ബോള് കാണുന്നു, പിന്നെ എനിക്ക് ബോൾ വേണം, ബോൾ തറയെ വീണു പോയി എന്നുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകൾ വച്ചിട്ട് സിംഗിൾ വേർഡ് സെൻറ്റൻസുകൾ സംസാരിക്കാൻ തുടങ്ങുന്നു. ദെൻ സ്റ്റേജ് ഓഫ് ടെലിഗ്രാഫിക് സ്പീച്ച്, വാണ്ട് ബാൾ സീ ബാൾ എന്നുള്ള ടെലിഗ്രാഫിക് സ്പീച്ചുകൾ പറയുന്നതാണോ? ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു മെത്തേഡാണ് ടെലിഗ്രാഫിക് സ്പീച്ച്. ദെൻ സിമ്പിൾ സെന്റൻസ്, ഐ വാണ്ട് എ ബാൾ, നേരത്തെ പറഞ്ഞതുപോലെ ഐ വാണ്ട് എ ബാൾ, മൈ ബോൾ ഫെൽ ഡൗൺ, എൻ്റെ എനിക്ക് ബോൾ വേണം, കളിക്കാൻ വേണം, ബോൾ തറയിൽ വീണ് പോയി എന്നൊക്കെ പറഞ്ഞുള്ള വാശി പിടിച്ചിട്ടുള്ള ഓരോ സംസാരങ്ങളും കുട്ടികൾ സംസാരിക്കുന്നുണ്ട്. ലേണിംഗ് എനി ലാംഗ്വേജ് ഇൻഡിക്കേറ്റ് അക്വയറിംഗ് 4 സ്കിൽസ്, നെയിംലി ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അതായത് നമ്മൾ ഏതെങ്കിലും ഭാഷ പഠിക്കുന്നത് ഈ പറഞ്ഞ 4 കഴിവുകൾ നമുക്ക് നേടാൻ കഴിയും. ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കുന്നതിലൂടെ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഈ 4 കഴിവുകൾ നമുക്ക് നേടാൻ കഴിയും. 3-year-old ഹാസ് എ വൊക്കാബുലറി ഓഫ് എബൌട്ട് 900 വേർഡ്സ്. ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് 900 വേർഡ്സ് വൊക്കാബുലറി അവർക്ക് പഠിക്കാൻ പറ്റും. ദെൻ ബട്ട് അറ്റ് ദ ടൈം ഓഫ് 6 years, അത് 6 വയസ്സാകുമ്പോൾ ചൈൽഡ് ഹാസ് സ്പോക്കൺ വൊക്കാബുലറി ഓൾമോസ്റ്റ് 12,000 to 14,000 വേർഡ്സ്. ഇനി താഴോട്ട് പറയണോ മാം? ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ് 4 സ്കിൽ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഭാഷ പഠിക്കുന്നതിലൂടെ നമുക്ക് ലിസണിങ്, കേൾക്കാനും സ്പീക്ക് ചെയ്യാനും. രശ്മി, ഞാൻ വേറെ ആരെങ്കിലും പറയിപ്പിച്ചോളാം. അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഓക്കെ, രശ്മി പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. അത് തന്നെയാണ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് ഡിസ്റ്റിങ്വിഷസ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം അതർ അനിമൽസ്, അല്ലെ? അതായത് മറ്റ് എന്താ പറയാ ജീവജാലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഒരു എബിലിറ്റി ആണ് എന്ത്, ലാംഗ്വേജ് യൂസ് ചെയ്യാന്ന് പറയുന്നത്, അല്ലെ? അനിമൽസിന് ഉണ്ടോ ലാംഗ്വേജ്? ഉണ്ടോ ഇല്ലയോ? ഇല്ല.
ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ അവരിൽ നിന്ന്, അതായത് ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗാനിസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ മനുഷ്യനുള്ള ഒരു എബിലിറ്റി ആണ് എന്ത്? യൂസിങ് സ്പോക്കൺ ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള അവന്റെ കഴിവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ എന്താ പറയാ, അതായത് ചില വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ നമ്മൾക്ക് എന്ത് പറയാം? ലാംഗ്വേജ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ മനുഷ്യന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഒരു കുഞ്ഞ് ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ അവന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കരച്ചിലൂടെ, ഫസ്റ്റ് കരച്ചിലൂടെയാണ് അല്ലെ. അതെ അതെ, ക്രൈയിങ്ങിലൂടെയാണ് ഒരു കുഞ്ഞ് ഭൂമിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ അവന്റെ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രൈയിങ്ങിലൂടെയാണ്, കരച്ചിലൂടെയാണ്. ഓക്കെ, രണ്ടാമത്താണ് കൂയിങ് എന്ന് പറയും. ദ ചൈൽഡ് പ്രൊഡ്യൂസസ് സൗണ്ട് ഫ്രം ഹിസ് ത്രോട്ട്. അതായത് അവന്റെ തൊണ്ടയിൽ നിന്ന്, ത്രോട്ടിൽ നിന്ന് ചില സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കൂയിങ്. ചില ഞരക്കങ്ങള് അല്ലെങ്കിൽ ചില മൂളലുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അല്ലെ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ. ദാറ്റ് ഈസ് കൂയിങ് എന്ന് പറയുന്നത്. Then babbling, the child combines a vowel and consonant sound and repeats continuously ba ba ba. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ബാബ്ലിംഗ് സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സില്. അപ്പൊ ഈ ബാബ്ലിംഗ് സൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞ് എന്ത് ചെയ്യുന്നു? ഒരു വോവൽ സൗണ്ടിനെയും ഒരു കൺസണന്റ് സൗണ്ടിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് വേർഡുകൾ പറയാൻ തുടങ്ങുന്നു. നമുക്കറിയാം, നിങ്ങൾ ഇംഗ്ലീഷിലും അതുപോലെ മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾക്ക് രണ്ട്, അതായത് ഒരു സ്വരാക്ഷരം, അതായത് ഒരു സ്വരാക്ഷരം പ്ലസ് ഒരു വർണ്ണം, ഇത് തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് അക്ഷരം ഉണ്ടാവുന്നത്. പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? എങ്ങനെയാണ് ലെറ്റർ ഉണ്ടാവുന്നതെന്ന് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ലെറ്റർ എങ്ങനെ ഉണ്ടാവുന്നേ? അക്ഷരം അഥവാ ലെറ്റർ എങ്ങനെ ഉണ്ടാവുന്നേ? അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത്, അതായത് ഒരു വർണ്ണം പ്ലസ് ഒരു സ്വരം ചേർത്തിട്ടാണ് ഒരു അക്ഷരം ഉണ്ടാവുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ പ എന്ന് പറയുന്നത് ഒരു ലെറ്റർ ആണ് അല്ലെ. മലയാളത്തില് പ എന്ന് പറയുന്നത് ഒരു ലെറ്റർ ആണ്. ആ പ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാകുന്നതിന് പ് എന്ന് പറയുന്ന വർണ്ണവും ആ എന്ന് പറയുന്ന സ്വരവും ചേർന്നിട്ടാണ് പ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അല്ലേ? അപ്പോ ഇത്തരത്തിൽ, അതായത് നമ്മള് വേർഡ്സുകൾ അല്ലെങ്കിൽ ലെറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു വൊവൽ സൗണ്ട് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു കൺസണന്റ് സൗണ്ട്. അതായത് ഇവിടെ ബ എന്നാണ് പറയുന്നത് അല്ലെ. ബ എന്ന് പറയുന്ന അക്ഷരം അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ വരണമെങ്കിൽ ബ് പ്ലസ് ആ ഒരു രണ്ട് തമ്മിലുള്ള അതായത് കോമ്പിനേഷൻ മൂലമാണ് ആ ഒരു ലെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോ ഇവിടെ കുഞ്ഞെന്ത് ചെയ്യുന്നു? വൊവൽ സൗണ്ടിനെയും അതുപോലെ തന്നെ കൺസണന്റ് സൗണ്ടിനെയും മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ബ ബ ബ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു. ഓക്കെ, then first meaningful word generally related to the primary caretaker, മാപ്പ. മാപ്പ അതായത് അച്ഛനമ്മയെയാണ് പിന്നെ അവര് വിളിക്കുന്നത് അല്ലെ. അച്ഛൻ അമ്മ എന്ന് നീട്ടി ചിലപ്പോ വിളിക്കില്ല, ഷോർട്ട് ആയിട്ടാണ് വിളിക്കുക. അപ്പൊ അമ്മയെ മാന്ന് വിളിക്കുക. ചാപ്റ്റർ യൂണിറ്റ് 5 ആണ് കേട്ടോ, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇപ്പൊ മദറിനെ ആണെങ്കിൽ മായ എന്നായിരിക്കും വിളിക്കുന്നത്, ഷോർട്ട് ആയിട്ടായിരിക്കും വിളിക്കുന്നത് അല്ലെ. അത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. അച്ഛനെ അല്ലെങ്കിൽ ഡാഡിയെ ആണെങ്കിൽ, ഫാദറിനെ ആണെങ്കിൽ പാ എന്നാണ് വിളിക്കുക. അപ്പൊ അതൊരു മീനിങ് ഫുൾ വേർഡ് ആണ് അല്ലെ. അതായത് അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് ഈ മാപ്പ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പ്രൈമറി കെയർ ടേക്കർ, ആരാണ് അവരെ നോക്കുന്നത്? അവരെയാണ് മാപ്പ എന്ന് കുഞ്ഞു വിളിക്കുക. Next, single word sentences. Ball can mean I see a ball, I want the ball, my fall fell down. പിന്നെ അവര് സിംഗിൾ വേർഡുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും വളർന്നു വരുന്നതോറും. എന്തൊക്കെയാണ്? അതായത് ഇപ്പൊ ബോൾ വെച്ചിട്ടാണെങ്കിൽ ഞാനൊരു ബോളിനെ കണ്ടു, എനിക്ക് ബോള് വേണം, എന്റെ ബോള് താഴെ പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പിന്നെ സിമ്പിൾ സെന്റൻസുകൾ, ഐ വാണ്ട് എ ബോൾ, അങ്ങനെയുള്ള സെന്റൻസുകൾ പറയാനായിട്ട് തുടങ്ങുന്നു. ഇതൊക്കെ കുഞ്ഞിന്റെ ഓരോരോ സ്റ്റേജിലാണ് കേട്ടോ വരുന്നത്. ഞാൻ ഈ സ്റ്റേജുകളൊക്കെ മൊത്തമേ പറഞ്ഞതായിരുന്നു ടേബിളില്. നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ആ ടേബിൾ ആദ്യം ഡിസ്കസ് ചെയ്തത് കേട്ടോ. ക്ലിയർ ആകുന്നുണ്ടോ?
എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ? ഉണ്ട് മിസ്, ഉണ്ട്. Then അതുപോലെ തന്നെ ലേണിംഗ് എനി ലാംഗ്വേജസ് ഇൻഡിക്കേറ്റ് സെക്യൂറിംഗ് 4 skills, namely listening, stage of telegraphic speech, one goal, see goal, speaking, reading and writing. അതായത് നമ്മൾ ഏതൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നതും 4 വേയിലൂടെയാണ്. ഏത് ലാംഗ്വേജ് ആവട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, പേർഷ്യൻ ആയിക്കോട്ടെ, അറബി ആയിക്കോട്ടെ, സ്പാനിഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഏതൊരു ഭാഷയാണെങ്കിലും അത് പഠിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? 4 സ്കിൽസിലൂടെയാണ് പഠിച്ചെടുക്കുന്നത്. ആ 4 സ്കിൽസുകൾ ഏതൊക്കെയാണ്? അതിലൊന്നാണ് ലിസ്ണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കേൾക്കുക. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത്, കുഞ്ഞ് ആദ്യം പഠിക്കുന്നത് എങ്ങനെയാണ്? കേട്ടുകൊണ്ടാണ് കുഞ്ഞ് പഠിക്കുക അല്ലെ? അവന്റെ അച്ഛനമ്മമാരെന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എന്താണ് പറയുന്നത് എന്ന് അവൻ ചെവി കൊണ്ട് കേൾക്കും. എന്നിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? പറയാനായിട്ട് തുടങ്ങുന്നത്. ദെൻ രണ്ടാമത്തതാണ് സ്പീക്കിംഗ്, സംസാരിക്കുക. ലിസ്ണിംഗിന് ശേഷമാണ് സംസാരിക്കുന്നത് അല്ലെ? അതായത് കുറെ വാക്കുകൾ ചിലപ്പോൾ പ്രൊനൗൺസിയേഷൻ ക്ലിയർ അല്ലായിരിക്കും, പക്ഷെ എന്ത് ചെയ്യുന്നു? അവന്റേതായിട്ടുള്ള രീതികളിൽ സെന്റൻസുകൾ അല്ലെങ്കിൽ വേർഡുകൾ പറയാനായിട്ട് തുടങ്ങുന്നത്. ദെൻ റീഡിങ്, പിന്നീട് കുറച്ചും കൂടി വലുതായിട്ട് കഴിയുമ്പോഴാണ് അവന് ബുക്സുമായിട്ട് കൂടുതലായിട്ടുള്ള അറ്റാച്ച്മെന്റ് വരുന്നത് അല്ലെ? പിന്നീട് അവൻ റീഡ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ, അതായത് ചില ലെറ്ററുകളൊക്കെ റീഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ലാസ്റ്റ് വൺ ഈസ് റൈറ്റിംഗ്. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ആണെന്ത്? എഴുതാൻ ആരംഭിക്കുന്നത് അല്ലെ? ലാസ്റ്റ് സ്റ്റേജിൽ എഴുതാൻ ആരംഭിക്കുന്നത് ആണോ അല്ലയോ? കുഞ്ഞ് കുറച്ചുകൂടി വലുതായി കഴിയുമ്പോഴാണ്, നഴ്സറിയിലൊക്കെ ആകുന്ന സമയത്താണ് കുഞ്ഞ് എഴുതുന്നത് അല്ലെ? ഇപ്പൊ 2.5 വയസ്സ് വരെ നമ്മൾ പറയാ അല്ലെ, എഴുത്തിനിരുത്താന്നൊക്കെ പറയോ അല്ലെ? അതുവരെ നമ്മൾ എന്ത് ചെയ്യാറില്ല, കുഞ്ഞിനെ കൊണ്ട് എഴുതിപ്പിക്കാറില്ല അല്ലെ? നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്തത്? എഴുതിപ്പിക്കാറുണ്ടായിരുന്നു അതിനു മുമ്പ്? ഇല്ല അല്ലെ? അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത് ലിസണിങ്ങിലൂടെയാണ്. രണ്ടാമത്തേതാണ് എന്ത് പറയുന്നേ? സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തത് റീഡിംഗ് ആണ്. ദെൻ ഫൈനൽ സ്റ്റേജ് റൈറ്റിംഗ്. അപ്പൊ ഈ 4 സ്കില്ലിലൂടെ എന്ത് പഠിപ്പിച്ചെടുക്കുന്നു? അത് ഏതൊരു ഏരിയയിൽ താമസിക്കുന്ന കുഞ്ഞാണെങ്കിലും കേട്ടോ, ലോകത്തിൽ എവിടെയുള്ള കുഞ്ഞാണെങ്കിലും അവരുടെ ഭാഷ പഠിച്ചെടുക്കുന്നത്, ഏത് ഭാഷയായാലും ഏത് ലാംഗ്വേജ് ആയാലും അത് ലേൺ ചെയ്തെടുക്കുന്നത് 4 സ്കില്ലിലൂടെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 3-year-old has a vocabulary of about 9,000 words, but in time he is 6 years old. The child has a spoken vocabulary of almost 12,000 to 14,000 words. അതായത് ഒരു 3-year ചൈൽഡ് ആണെങ്കിൽ, 3 വയസ്സുള്ള ഒരു കുഞ്ഞാണെങ്കിൽ അവന്റെ വൊക്കാബുലറി, അവൻ അറിയാവുന്ന വേർഡ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് 900 വേർഡ്സ് ആണ്, 900 വേർഡ്സ് ആണ്. എന്നാൽ ഒരു 6 years ആകുമ്പോഴത്തേക്കും, ഒരു 6 വയസ്സാകുമ്പോഴത്തേക്കും ഈ ഒരു അവന്റെ വൊക്കാബുലറി എന്ന് പറയുന്നത് കൂടുതൽ ഡെവലപ്പ് ആവുകയും 12,000 to 40,000 വേർഡ്സ് വരെ എന്ത് ചെയ്യാം? കുഞ്ഞ് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടായിട്ട്, അതൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. 9,000 വേർഡ്സ് ആണ് 3 years, then 12,000 to 14,000 ആണ് 6 years. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? 900 അല്ലേ? 900 വേർഡ്സ് കേട്ടോ, 900 വേർഡ്സ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ആരാണ് വായിച്ചത്? എക്സ്പ്ലെയിൻ ചെയ്യാം. അളക സതീഷ്. ആ സെക്കൻഡ് പാര ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. ഓക്കെ, മിസ് പറഞ്ഞ അതും കൂടി വായിക്കണ്ടേ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്സ് 4 skills. അതെ, അതുകൂടി വായിക്കാം. Language development includes 4 skills: listening, speaking, reading and writing. നമ്മളെ ഭാഷയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 4 കഴിവുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. കേൾക്കുക, പിന്നെ സംസാരിക്കുന്നത്, പിന്നെ വായിക്കുന്നതും, പിന്നെ എഴുതുന്നതും. At this stage, the child should be introduced to games and activities
that improve his listening and speaking skills at the same time. ഈ ടൈമിൽ നമ്മൾ കുട്ടികളെ ഓരോ കളികളിലൂടെയും ഓരോ ആക്ടിവിറ്റീസിലൂടെയും ഒക്കെ ഓരോന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇപ്പം ഗെയിംസ് ഒക്കെ പറയുകയാണെങ്കിൽ കുട്ടികളെ ഈ ചെവിട്ടിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗെയിം ഇല്ലേ, നമ്മളിങ്ങനെ ഓരോരുത്തരെ മാറി മാറി പാസ് ചെയ്ത് വരുന്ന അങ്ങനത്തെ ഗെയിംസ് ഒക്കെ ആവുമ്പം കുട്ടികൾ പെട്ടെന്ന് അതൊക്കെ ക്യാച്ച് ചെയ്യും. ആക്ടിവിറ്റീസ് സച്ച് ആസ് ലിസണിങ് ടു സ്റ്റോറീസ്. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാല് നമുക്ക് സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. പിന്നെ റിസൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പദ്യപാരായണം. കവിതകളാ അങ്ങനെയാണോ? പിന്നെ റൈംസ് എന്ന് പറഞ്ഞാല് സെയിം സൗണ്ട് എൻഡിങ്ങിൽ വരുന്ന അങ്ങനത്തെ ഓരോ റൈംസ്. ലിസണിങ് ടു റെക്കോർഡ് മ്യൂസിക്. പിന്നെ പാട്ട് കേൾപ്പിക്കുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനത്തിനാണോ? മെഡിറ്റേഷൻ. ഗെയിംസ് സച്ച് ആസ് ചൈനീസ് വിസ്പർ. ഞാൻ ചൈനീസ് വിസ്പർ ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ ഗെയിം, ചെവിട്ടിലിങ്ങനെ. പിന്നെ സൈമൺ സേസ്. ഈ സൈമൺ സേസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. അതിൽ സൈമൺ സേസ് എന്ന് പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ചെയ്യരുത്. അതൊരു ഗെയിം, നമ്മളെ കോൺസെൻട്രേഷനെ ടെസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഗെയിമാണ്. Drawing the child's concentration to various sounds in the environment are all essential to develop the listening and speaking skills in children. അപ്പൊ ഇങ്ങനത്തെ ഗെയിംസിലൂടെ കുട്ടികളുടെ ലിസൺ ചെയ്യാനുള്ളതും പിന്നെ സംസാരിക്കാനൊക്കെ ഉള്ള സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. The pre-reading skills include recognizing alphabets and their phonetic sounds and the capacity to move the eye from left to right in a straight line. നമ്മളെ പ്രീ റീഡിങ് സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അക്ഷരങ്ങള് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ABCD എന്നൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് A ആണ് B ആണെന്ന് കുട്ടിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ സൗണ്ട്. പിന്നെ ഒരു ലൈൻ ആണെങ്കിൽ ആ ലൈൻ കംപ്ലീറ്റ് വായിക്കാൻ പറ്റുന്ന, ലൈൻ വരി തെറ്റാതെ അത് നോക്കി വായിക്കാൻ പറ്റുന്ന സ്കിൽ. അതാണോ മിസ് പറയുന്നത് ഈ കപ്പാസിറ്റി ടു മൂവ് ദ ഐ ഫ്രം ലെഫ്റ്റ്? അത് തന്നെയാണ്, അതായത് ഇടത്തുനിന്ന് വലത്തോട്ട് കണ്ണിനെ ചലിപ്പിക്കാനായിട്ട്. ഓക്കെ. എ ലവ് ഫോർ ബുക്സ് ആൻഡ് ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ലവ് ഫോർ ബുക്സ് ആൻഡ് ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ഈ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ വായിക്കുന്നതിനാണോ പറയുന്നത്? അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ നമ്മളുടെ കോർഡിനേഷൻ ഉണ്ട്. എഴുതുമ്പോഴായാലും വായിക്കുമ്പോഴായാലും ആ കാര്യമാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. This can be developed through many activities, especially devised materials and variety of art craft activities mentioned in the unit on motor development. മിസ് ആ ചാപ്റ്റർ എടുത്ത് ഫസ്റ്റ് വരുന്നതാന്ന് തോന്നുന്നില്ലേ മോട്ടോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഇല്ല, ആരും എടുത്തിട്ടില്ല. അപ്പം അതിന്റെ അകത്ത് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ ആക്ടിവിറ്റീസ്. എത്ര ചാപ്റ്റർ യൂണിറ്റ് 1 എത്ര ചാപ്റ്റർ അല്ല പാർട്ട് 1 എത്ര ചാപ്റ്റർ ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട്? ഇപ്പൊ ഈ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറയുന്നത് അതില് ഇപ്പൊ മിസ് എടുക്കുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റും പിന്നെ ഫസ്റ്റ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് അപർണ മിസ് എടുക്കുന്നുണ്ട്. വേറെ ഒന്നും എടുത്തിട്ടില്ല. പാർട്ട് 2 എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. മറ്റേത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ കഴിഞ്ഞു വെച്ചാൽ ജിഷ മാമിന്റെ ചെറിയൊരു പോർഷൻ ഉണ്ട്. പിന്നെ മാം എക്സ്ട്രാ ഒരു ഇതും കൂടി യൂണിറ്റും കൂടി എടുക്കും പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ. അതായത് പാർട്ട് 1 കംപ്ലീറ്റ് ആയി. പാർട്ട് 1 കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ജിഷ മാമിന്റെ ചെറിയൊരു പോർഷൻ ഉണ്ട്, അതല്ലാതെ ബാക്കി മൊത്തം കഴിഞ്ഞു. പാർട്ട് 2 ഞാനും അപർണ മിസ്സുമാണ് എടുക്കുന്നത് അല്ലേ? ഡെവലപ്മെന്റ് പിന്നെ അപർണ മിസ്സാണ് എടുക്കുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്.
ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അല്ലേ? ഞാൻ അതെ. ചോദിച്ചാണ് കേട്ടോ. ഓക്കെ, വേറെ നോക്കട്ടെ. ഓക്കെ, പിന്നെ ഇന്ന് വേർഡ്സുകളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? വേർഡ്സുകള് മറന്നുപോയോ പറഞ്ഞത്? ഇല്ല മാം, ഉണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പീച്ചോ റീഡിങ്, ന്യൂസ് റീഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ന്യൂസ് റീഡിംഗ് ഉണ്ട്. ന്യൂസ് റീഡിംഗ് ഉണ്ട്. പിന്നെ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? അതുകൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേർഡ്സും ന്യൂസ് റീഡിങ്ങും മാത്രമേ ഉള്ളൂ അല്ലേ? ഒരാള് മാത്രമാണോ ഇത് എപ്പോഴും ചെയ്യുന്നത്? ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? എല്ലാവരും പിന്നെ ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കില് കഥകള്, കോൺവെർസേഷൻസ് ഒക്കെ അവതരിപ്പിക്കാമെന്ന് മാം പറഞ്ഞായിരുന്നു. അതെ അല്ലേ? അതോ ലെറ്റർ ആണോ? എന്താണ്? ഇംഗ്ലീഷ് ലെറ്റർ അല്ലേ ചെയ്യാൻ പറഞ്ഞിരുന്നു? വേർഡ്സ് പറഞ്ഞായിരുന്നു. വേർഡ്സ് പറഞ്ഞായിരുന്നു. 5 വേർഡ്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പുതിയ വേർഡ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വേർഡ്സുകൾ, എന്നിട്ട് അതിന്റെ മീനിങ്ങും ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പൊ ഞാൻ ലേറ്റ് ആയിട്ടായിരിക്കും എന്നാ ക്ലാസ്സിൽ കയറി. അതെനിക്ക് ഓർക്കുന്നില്ല. ഞാൻ സാൻഡ് പേപ്പറിന്റെ ലെറ്റർ ആണ് ഞാൻ കേട്ടിരുന്നത്. അത് പറഞ്ഞത് അശ്വതി മിസ് അല്ല, അത് അപർണ മിസ്സാ പറഞ്ഞത്. അപർണ മിസ് ആൽഫബറ്റ്സ് പറഞ്ഞത്. സാൻഡ് പേപ്പർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ട് ആൽഫബറ്റ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ 5 വേർഡ്സുകൾ, പിന്നെ ഇതുപോലെ ന്യൂസ് റീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിത് തീരാറാവുമ്പോൾ നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. പിന്നെ അതുകൂടാതെ ഒരു അസൈൻമെന്റ് തരാം നിങ്ങൾക്ക്. ഞാൻ എന്തായാലും ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നോക്കാം. എത്ര ദിവസം ഉണ്ടോ മിസ്? എന്താ? എത്ര ദിവസത്തിനുള്ളിൽ നിന്നുണ്ടോ? 2 ആഴ്ച, 2 വീക്സ് എടുത്തോളൂ. 2 ആഴ്ച. ഓക്കെ ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഓക്കെ, മാം, ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്ത മറ്റേ അസൈൻമെന്റ് ഇതുവരെ മാർക്ക് കിട്ടിയില്ല. എന്താണ്? ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ് ഇല്ലയോ, ഇമ്മ്യൂണൈസേഷൻ ചാപ്റ്റർ, ഇതുവരെ മാർക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ല. മാർക്ക് കിട്ടിയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയോ? മാർക്ക് കിട്ടിയോ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കും നിങ്ങൾ കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് അയച്ചു കൊടുത്തത്? എങ്ങനെയാ? ക്ലാസ് റൂം ആപ്പിലാണ് അപ്ലോഡ് ചെയ്തത്. ആണല്ലേ? ചിലപ്പോ ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ, എന്താണ് പറയുന്നത് ചോദിക്കട്ടെ. ഓക്കെ. വാട്സപ്പിലാണല്ലേ? വാട്സപ്പിലാകുമ്പോ പെട്ടെന്ന് റിപ്ലൈ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നു. വാട്സപ്പിലാണ് പെട്ടെന്ന് കിട്ടുന്ന മാർക്ക്. അത് കഴിഞ്ഞിട്ട് ജിഷ മാമിന്റെ സെൻഡ് ചെയ്തപ്പോ കിട്ടി, പെട്ടെന്ന് കിട്ടി. അല്ലേ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ലിസ്ണിംഗ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അതിന്റെ ആ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്കില്ലുകളാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ചില ഗെയിംസുകൾ അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് അത് അവരുടെ ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസിനെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യുന്ന ആക്ടിവിറ്റീസും ഗെയിംസും നമുക്ക് നോക്കാം. ചില ആക്ടിവിറ്റീസുകൾ ഉണ്ട്. ഒന്നാമത്തേതാണ് ലിസ്ണിംഗ് ടു സ്റ്റോറീസ്. കുഞ്ഞുങ്ങൾക്ക് കഥകള് കേൾപ്പിക്കുക. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? സ്റ്റോറി പറഞ്ഞു കൊടുക്കാറുണ്ടോ? എത്ര വയസ്സായി ദീപ കുഞ്ഞിന്? കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സായി? മോന് 8.5 വയസ്സ്. അവനിപ്പോഴും സ്റ്റോറി കഥ ചെറുതിലേ തൊട്ടേ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പൊ സ്റ്റോറി ബുക്ക് വായിക്കും.
അവനപ്പോ നന്നായിട്ട് വായിക്കാൻ ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നും ഒരു സ്റ്റോറി, ഈ നമ്മുടെ ബുക്സുകളുണ്ടല്ലോ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നത്, അവന് കൂടുതൽ ശാസ്ത്രത്തിന്റെ ഒക്കെ, കുട്ടികളുടെ ഡാർവിൻ എന്നൊക്കെയുള്ള ബുക്ക് ഭയങ്കര ഇഷ്ടം. അതെല്ലാം തീർക്കും. എന്നും ഒരു ഇത് കഥ വെച്ചിട്ട് വായിച്ചു കൊടുക്കണം. കിടക്കാറാവുമ്പോ അവൻ കിടക്കുന്നതിന് മുന്നേ അവൻ തന്നെ റാക്കിൽ പോയി ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരെണ്ണം എടുത്ത് സെലക്ട് ചെയ്ത് വെക്കും, വായിച്ചു കൊടുക്കും എന്തെങ്കിലും. ആണല്ലേ? ഭയങ്കര ഇഷ്ടമാണ് ബുക്സ് വായിക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവന് അത്ര ഫ്ലുവന്റ് ആയിട്ട് നല്ലതായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ വായിച്ചു കൊടുക്കും, എന്നും ഒരു കഥ വെച്ചിട്ട് വായിച്ചു കൊടുക്കും. അത് മാർക്ക് ചെയ്ത് ആള് തന്നെ മാർക്ക് ചെയ്ത് വെക്കും എവിടെ വരെ വായിച്ചു എന്നുള്ള. അങ്ങനെ ഒരു ബുക്ക് ഒരു 20 ദിവസം കൊണ്ടൊക്കെ തീർക്കും. ഒരു 18-20 ദിവസത്തിനുള്ളിൽ ഒരു ബുക്ക് തീർക്കും. അല്ലേ? അപ്പൊ കുഞ്ഞുങ്ങളെ കഥകൾ കേൾപ്പിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ചിലപ്പോ റീഡ് ചെയ്യാൻ അറിയാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ? നമ്മ വായിച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റോറീസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. രാത്രി ഉറങ്ങുന്ന ടൈം ആകുമ്പോ, കുഞ്ഞിന് 3 വയസ്സ്, പക്ഷെ അവന് ഉറങ്ങണ സമയത്ത് എന്നും കഥ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇപ്പൊ എന്നും ഉറങ്ങാൻ സമയം ചോദിക്കും, അമ്മയെ കഥ പറഞ്ഞു തരാമെന്ന് ചോദിക്കും. അപ്പൊ എന്റെ അടുത്ത് ഒന്ന് കിടക്കും. കിടന്നിട്ട് ഞാനിങ്ങനെ അവന് ഇഷ്ടപ്പെട്ട കഥയുണ്ട്, കാക്കയുടെ കഥ, ആനയുടെ കഥ എന്ന് പറയും. അപ്പൊ അതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞു കൊടുക്കും. അത് ആള് തിരിച്ചു പറയുകയും ചെയ്യും. 2 ദിവസം കഴിയുമ്പോ നമുക്ക് തിരിച്ചു പറഞ്ഞു തരുകയും ചെയ്യും. മുഴുവനില്ലെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കഥ പറഞ്ഞ് തീർക്കും. ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാ, നമ്മള് നല്ല നല്ല കഥകള് കേൾപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ റിസൈറ്റിംഗ്, അതായത് പദ്യപാരായണം, അതായത് ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമുക്കറിയാം ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നന്നായിട്ട് എന്താണ് നല്ല രീതിയിൽ പാടാറുണ്ട്, അല്ലെങ്കിൽ പാരായണം നടത്താന്ന് പറയും. ഇപ്പൊ വലിയ വലിയ നമുക്കറിയാം, ഇപ്പൊ ചില കോമ്പറ്റീഷൻസിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് റിസൈറ്റിംഗിൽ എന്ത് കിട്ടാറുണ്ട്, പ്രൈസ് കിട്ടാറുണ്ട് അല്ലെ? അതായത് നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്ത്, നല്ല ഉച്ചാരണ സ്ഫുടതയോടുകൂടി നമ്മൾ അക്ഷരങ്ങളൊക്കെ വായിച്ച് അല്ലെങ്കിൽ സെന്റൻസുകളൊക്കെ വായിച്ച് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള പ്രൈസ് ഒക്കെ കിട്ടാറ്. അപ്പോ റിസൈറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശീലിപ്പിക്കുക. പിന്നെ റൈംസുകള്, പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് കേൾപ്പിക്കുക. എന്താണ് മ്യൂസിക് കേൾപ്പിക്കുന്നതിനുള്ള ബെനിഫിറ്റ് എന്താണ് കുഞ്ഞുങ്ങളെ? എന്താണ് ഗുണം, എന്താണ് മ്യൂസിക് കേൾക്കുമ്പോ? നിങ്ങൾ മ്യൂസിക് കേൾക്കാറുണ്ടോ? നിങ്ങളുടെ കാര്യമല്ല, നിങ്ങൾ കേൾക്കാറുണ്ട് മ്യൂസിക്? മ്യൂസിക് കേൾക്കാറുണ്ട്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് മ്യൂസിക് കേൾക്കുമ്പോ ഉണ്ടാവുന്നത്? റിലാക്സേഷൻ ഉണ്ടാവും. റിലാക്സേഷൻ ഉണ്ടാവും അല്ലെ? നമ്മുടെ മൈൻഡ് ഒന്ന് എന്താ പറയാ, റിലാക്സ്ഡ് ആവാനായിട്ട് മ്യൂസിക് കേൾക്കുന്നത് പോലും സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ, അത് വലിയവർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ബെസ്റ്റ് ആണ് അല്ലെ? മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്? മെഡിറ്റേഷൻ ഏകാഗ്രത, നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. പിന്നെ മൈൻഡ് എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും. അതായത് ഫിസിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ മെന്റൽ ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ കോൺസെൻട്രേഷൻ കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് പോലെ. പിന്നെ അതുപോലെ തന്നെ ചില ഗെയിമുകളുണ്ട്, അത് അവരുടെ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് സ്കില്ലിനെ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. 2 ഗെയിമുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതിലൊന്നാണ് ചൈനീസ് വിസ്പർ, പിന്നെ രണ്ടാമത്തേതാണ് സൈമൺ സെയ്സ്. ചൈനീസ് വിസ്പർ എന്താ? നിങ്ങൾ ചില TV പ്രോഗ്രാംസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ചൈനീസ് വിസ്പർ. പറഞ്ഞായിരുന്നു, ആരൊക്കെ പറഞ്ഞായിരുന്നു. അതായത് ഒരു 10 പേരുണ്ടെന്ന് വിചാരിക്കുക. ഒരു 10 കുട്ടികളെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, റൗണ്ടിലാണ് നിർത്തിയിരിക്കുന്നത്. അതിന് സൂപ്പർവിഷൻ കൊടുക്കാനായിട്ട് ഒരു ടീച്ചർ ഉണ്ട്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും, ഈ 10 കുട്ടികളിൽ ആദ്യത്തെ കുട്ടിയുടെ അടുത്ത് ഒരു കാര്യം പറയും. ചിലപ്പോൾ ഒരു വേർഡ് ആകാം, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആകാം. ഓക്കെ, ഈ കുട്ടി അത് പാസ് ചെയ്ത് പോകും. അങ്ങനെ 10ാമത്തെ കുട്ടിയുടെ അടുത്ത് അല്ലെ, 1ാമത്തെ കുട്ടിയിൽ നിന്ന് 10ാമത്തെ കുട്ടിയുടെ അടുത്ത് 10ാമത്തെ കുട്ടി എന്താണോ കേൾക്കുന്നതെന്ന് ടീച്ചറോട് പറയും. ഓക്കെ, അപ്പൊ പറയുമ്പോൾ ചിലപ്പോ എന്തുണ്ടാവില്ല, അതായത് ഈ ടീച്ചർ പറഞ്ഞ കാര്യമായിരിക്കില്ല 10ാമത്തെ കുട്ടി പറയുന്നത്. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
എവിടെയും കണ്ടിട്ടില്ല? ഉണ്ട്. ഈ ഗെയിം കണ്ടിട്ടുണ്ട്. പറയണത് കണ്ടിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ട് ആക്ഷൻ ആക്ഷൻ. കാണിക്കും. Action അല്ലേ? കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് നിൽക്കുന്ന കുട്ടി ബാക്ക് തൊട്ട് പുറകിലുള്ള കുട്ടീനോട് കാര്യങ്ങൾ പറയും, അത് അടുത്ത ആളോട് പറയും, അങ്ങനെ അങ്ങനെ പറഞ്ഞു വരുന്നതും പിന്നെ ആക്ഷനും കണ്ടിട്ടുണ്ട്. രണ്ടും ഉണ്ട്. കണ്ടിട്ടുണ്ടല്ലേ? പത്താമത്തെ കുട്ടി പറയുന്ന കാര്യം, അതായത് പത്താമത്തെ കുട്ടി ചിലപ്പോ ടീച്ചർ പറഞ്ഞ കാര്യമായിരിക്കില്ല ആ കുട്ടി പറയുന്നത്. ചിലപ്പോ ആ വേർഡ് മൊത്തമേ ചിലപ്പോ എന്ത് ചെയ്യാം മാറിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് ഈ ഒരു ചൈനീസ് വിസ്പർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ സൈമൺ സേസ് എന്ന് പറയുന്ന ഗെയിം ഉണ്ട്. അത് കുറച്ച് ഇതൊക്കെ നല്ല രസകരമായിട്ടുള്ള ഗെയിംസ് ആണ്. അതായത് ഇപ്പൊ 4-5 കുട്ടികൾ ഉണ്ടാകാം, അതിന് സൂപ്പർവിഷൻ കൊടുക്കുന്ന ഒരാളുണ്ടാവാം. അയാള് പറയും സൈമൺ സേസ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മള് ഒരു ആക്ഷൻ കാണിക്കാനായിട്ട് പറയും. ആക്ഷൻ കാണിക്കുമ്പോൾ എന്ത് കാണിക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് പറയുമ്പോഴും സൈമൺ സേസ് എന്ന് നമ്മൾ പ്രൊണൗൺസ് ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ കുട്ടി അതിൽ നിന്ന് ഔട്ട് ആകും. ഇപ്പൊ കുട്ടിയോട് പറയുവാണ് സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ്. എന്താ അപ്പൊ കുട്ടി ചെയ്യേണ്ടത്? സൈമൺ സേസ് എന്ന് പറയുകയും വേണം, ആ കുട്ടിയുടെ തലയിൽ തൊടുകയും വേണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സൈമൺ സേസ് ടച്ച് യുവർ ഷോൾഡർ. സൈമൺ സേസ് എന്ന് പറയണം, ഷോൾഡറിൽ ടച്ച് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നടന്നില്ലെങ്കിൽ, ഇപ്പോ സൈമൺ സേസ് എന്ന് പറയാതിരിക്കുകയോ അല്ലെങ്കിൽ ഷോൾഡറിൽ തൊടാതിരിക്കുകയോ ചെയ്യുവാണെങ്കിൽ ആ കുട്ടി ആ ഗെയിമിൽ നിന്ന് ഔട്ടാവും. അതാണ് സൈമൺ സേസ് എന്ന് പറയുന്ന ഗെയിം കേട്ടോ. മനസ്സിലായോ? ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? സൈമൺ സേസ് അത് കണ്ടിട്ടില്ല. ഇല്ല. അത് കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കളികളുണ്ട്. യൂട്യൂബിൽ ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ കുട്ടികളെ എന്താ പറയാ എൻവയൺമെന്റിലെ വിവിധ സൗണ്ടുകളിലേക്ക് കുട്ടിയുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ളത്. അതായത് നമ്മുടെ എൻവയൺമെന്റിലെ പരിസ്ഥിതി ചുറ്റും നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തൊക്കെ ശബ്ദങ്ങളുണ്ട്, നമ്മുടെ സറൗണ്ടിങ്സിൽ, എൻവയൺമെന്റിൽ എന്തൊക്കെ ശബ്ദങ്ങളുണ്ട്? ബേർഡ്സിന്റെ ശബ്ദമുണ്ട്, പിന്നെ ആനിമൽസ്, തവളയുടെ ഉണ്ട്, ആനിമൽസിന്റെ ഉണ്ട്, പിന്നെ കാറ്റിന്റെ ശബ്ദം, ഇൻസെക്ട്സിലൊക്കെ ഇൻസെക്ട്സ്. അപ്പൊ അത്തരത്തിലുള്ള പല സൗണ്ടുകളുണ്ട് അല്ലെ. അപ്പൊ ഈ സൗണ്ടുകളിലേക്ക് എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. അതായത് മനസ്സിലാക്കി കൊടുക്കുക ഇതിന്റെ സൗണ്ടാണ്. അപ്പൊ ആ ഒരു കാര്യം അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ ബേർഡ്സിന്റെ ശബ്ദം ശ്രദ്ധിക്കാനായിട്ട് പറയുമ്പോൾ അവർ ബേർഡ്സിന്റെ ശബ്ദം ശ്രദ്ധിക്കുകയും അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ സറൗണ്ടിങ്സിനെ കൂടുതലായിട്ട് ഫെമിലറൈസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ എന്താ പറയാ ഇത്തരത്തിലുള്ള, അതായത് കേൾക്കാനും അതുപോലെ സംസാരിക്കാനുള്ള ഒരു സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ ലെറ്റേഴ്സിനെ കൂടുതൽ ഫെമിലറൈസ് ചെയ്യിക്കുക. അതുപോലെ ഫണറ്റിക് സൗണ്ടുകൾ, ലെറ്ററിന്റെ സൗണ്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കുട്ടികളെ പരിചയപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ അതായത് കുട്ടികൾക്ക് എന്താണോ കുട്ടികളുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ, അതായത് കുട്ടികൾ വായിക്കുമ്പോൾ എങ്ങനെ അവരുടെ കണ്ണെങ്ങോട്ടാണ്, അവരുടെ കൈകൾ എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെയുള്ള മൂവ്മെന്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ അവര് വായിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും വായിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇടത്ത് നിന്ന് വലത്തോട്ടാ വായിക്കുക അല്ലെ. അങ്ങനെയല്ലേ വായിക്കുന്നത് നിങ്ങളൊക്കെ? ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ നമ്മുടെ കണ്ണ് പോകുന്നത്? എങ്ങനെയാ വായിക്കുമ്പോ? വലത്തോട്ടാണ്. ഓക്കെ. അപ്പൊ ആ ഒരു ഇടത്ത് നിന്ന് വലത്തോട്ട്, ലെഫ്റ്റ് ടു റൈറ്റ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ കണ്ണ് ചലിക്കുന്നത്, കണ്ണിന്റെ മൂവ്മെന്റ് പോകുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ഡെവലപ്പ് ആകാനായിട്ട് ഈ ഒരു കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, ഗെയിംസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ആ പാരാഗ്രാഫ് പറയുന്നത് കേട്ടോ.
ഇനി അടുത്തത് ഒരാളൊന്ന് വായിക്കാമോ? ആരാണ് വായിക്കുക? ദ ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച്. ദീപ വായിക്കാവോ? വായിക്കാം മിസ്. ആ. വായിക്കട്ടെ. വായിച്ചോളൂ. The development of speech, vocabulary, length of response are some of the important aspects on language important. നമ്മുടെ ലാംഗ്വേജ് ഇമ്പോർട്ടന്റിന്റെ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്. നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന്റെ ഒരു പ്രധാന വശങ്ങൾ, ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സ്പീച്ച്, ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച്, സംസാര വികാസം, വൊക്കാബുലറി, പദങ്ങളുടെ സമ്പത്ത്, ലെങ്ത് ഓഫ് റെസ്പോൺസ്, നമുക്ക് എന്തെങ്കിലും അവര് റെസ്പോണ്ട് നമ്മളോട് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ പറയുന്നത്, അവരുടെ ആ റെസ്പോണ്ട്, അതൊക്കെയാണ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന്റെ ഒരു നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വശങ്ങള്. പിന്നെ ദ വൊക്കാബുലറി ഓഫ് ചിൽഡ്രൻ അറ്റ് ദ ബിഗിനിങ് ഈസ് ടു ലിമിറ്റഡ്. ഇവർക്ക് വൊക്കാബുലറി ഓഫ് ചിൽഡ്രൻ, കുട്ടികൾക്ക് അവരുടെ ബിഗിനിങ് സ്റ്റേജ്, തുടക്ക സമയത്ത് ടു ലിമിറ്റഡ്, അവർക്ക് പദങ്ങളൊക്കെ പദസമ്പത്തൊക്കെ ലിമിറ്റ് ആയിരിക്കും. കാരണം ഒരുപാട് പദങ്ങളൊന്നും കുട്ടികൾക്ക് അറിയത്തില്ല. അമ്മ, അച്ഛൻ, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു വാക്കുകൾ, 2 അക്ഷരം കൂട്ടിയുള്ള വാക്കുകളൊക്കെ അവർക്ക് അറിയുള്ളൂ. അതവർക്ക് ലിമിറ്റ് ആയിരിക്കും. There is a continuous increase in amount of one's vocabulary during childhood. അവരുടെ കണ്ടിന്യൂസ് ഇൻക്രീസ് എമൗണ്ട് ഓഫ്, അവരുടെ ചൈൽഡ്ഹുഡില് പദാവലി ആ ഒരു സമയത്ത്, പിന്നീടുള്ള സമയത്ത് അവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. കുറച്ച് കൂടി വരും അവരുടെ പദസമ്പത്ത്, പ്രായത്തിനനുസരിച്ച് അവർക്ക് കൂടി വരാറുണ്ട്. Later on, as a result of pressure of needs and learning, the vocabulary goes on development. അപ്പം അവർക്ക് പിന്നീട് ലേറ്റർ ഓൺ, പിന്നീട് അവർക്ക് പിന്നെ പ്രഷർ ഓഫ് നീഡ്സ്, ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ അവർക്ക് ഈ വൊക്കാബുലറീസ് ഡെവലപ്മെന്റിന് പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മൾ കുറെ പ്രഷർ നമ്മൾ പഠിപ്പിക്കുകയും പിന്നെ അവരുടെ ആവശ്യങ്ങൾ അവർക്ക് കൂടുമ്പോൾ അവര് കുറെ കാര്യങ്ങൾ കേട്ട് പഠിക്കുകയൊക്കെ ചെയ്യും. അതെല്ലാം ഒരു ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ആണ്. മെയിൻറ്റെയിൻസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് അഡീഷൻ ഓഫ് ദ ന്യൂ വേർഡ്സ് ഇൻ വൺസ് വൊക്കാബുലറി മേ കണ്ടിന്യൂ ഈവൻ ഇൻ ദ പീരീഡ് ഓഫ് ഓൾഡ് ഏജ്, reliant upon their reading habits and interests. ഇവർക്ക് മെയിൻ്റെനൻസ് ഓഫ് പാസ്റ്റ് ആൻഡ് അഡീഷൻ, ഇവർക്ക് പഴയ അവരുടെ ചെറുപ്പകാലത്തിൽ, ഇപ്പം കുറച്ച് പ്രായമായാലും, നമുക്ക് കുറച്ച് പ്രായമായാലും നമ്മുടെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ അല്ലെങ്കിൽ വായനയുടെ ഒരു ഫലമായും ഒരു റീഡിങ് ഹാബിറ്റ്സ്, വായനാശീലങ്ങളൊക്കെ കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ അത് അവർക്ക് പ്രായമായാലും അവരുടെ ആ ഒരു ആ സമയത്തും അവർക്ക് പദസമ്പത്ത് അത് മുമ്പോട്ട് എന്താ പറയാ തുടരാം എന്നാണ്. ആണോ മാം? ഇൻ അഡീഷൻ to change in vocabulary and speech, the pattern of reaction changes with age. In addition of change, പദാവലി, vocabulary and speech, എന്താ പറയുന്നത്, വൊക്കാബുലറി പദസമ്പത്തിലും സംസാരത്തിലും പുറമെ ഇൻ അഡീഷൻ ചേഞ്ച് പാറ്റേൺ ഷോർട്സ് വിത്ത് ചേഞ്ച്, അവരുടെ പ്രായത്തിന് അനുസരിച്ച് വായനയിലൂടെയും അവരുടെ സംസാരത്തിലൂടെയും അവരുടെ പദസമ്പത്തിലൂടെയും ഒക്കെ അവർക്ക് പ്രായത്തിനനുസരിച്ചും ചേഞ്ച് വരാം. അവരുടെ സ്വഭാവത്തിന് റിയാക്ഷൻ ചേഞ്ച് വിത്ത് ഏജ്, പ്രായത്തിനനുസരിച്ച് അവർക്ക് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണോ? ഞാൻ പറഞ്ഞോളാം കേട്ടോ, അടുത്ത ക്ലാസ്സിൽ പറയാം. ശരി, താങ്ക് യു. അപ്പൊ നമുക്ക് വേർഡ്സ് റീഡ് ചെയ്യാം അല്ലെ? വേർഡ്സ് ചെയ്തോളൂ കേട്ടോ. വേർഡ്സ് എഴുതിക്കൊണ്ട്
attribute, quality, authority, power, colleague, co-worker, capable, able, brief, short. എല്ലാവരും കേട്ടോ? നോട്ട് ചെയ്തോ? എഴുതിയെടുക്കുന്നുണ്ടോ? എല്ലാവരും കേട്ടോ? ഒന്നുകൂടി പറയണോ? രാജേശ്വരി ഒന്നുകൂടി പറയാവോ? Attribute, quality, authority, power, colleague, co-worker, capable, able, short. ഷബീന ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഷബീന സോറി മാഡം. ലാസ്റ്റത്തെ എന്താണ് രാജേശ്വരി പറഞ്ഞത്? ലാസ്റ്റ് Brief, short. ഷോർട്ട്. ഓ, വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ വേർഡ്സ്? ഞാൻ എഴുതിയായിരുന്നു. ആ, ദീപ വായിച്ചോളൂ കേട്ടോ. ട്രസ്റ്റർ അല്ലെങ്കിൽ ഫെയ്ത്ത്, വിശ്വാസം. വി നീഡ് ഫെയ്ത്ത് സോ സക്സീഡ് ഇൻ ലൈഫ്. ജീവിതത്തിൽ വിജയിക്കാൻ വിശ്വാസം അത്യാവശ്യമാണ്. എ മദേഴ്സ് ലവ്. അടുത്തത് ലവ്, സ്നേഹം. എ മദേഴ്സ് ലവ് ഈസ് ഓൾവേസ് സെൽഫ്ലെസ്. അമ്മയുടെ സ്നേഹം എപ്പോഴും നിസ്വാർത്ഥമാണ്. അടുത്ത പേഷ്യൻസ്, സഹനശീലത. പേഷ്യൻസ് ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ്. വിജയത്തിന് ക്ഷമ അനിവാര്യമാണ്. അടുത്ത ബ്യൂട്ടി, സൗന്ദര്യം. ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ബ്രിങ്സ് പീസ് ദ മൈൻഡ്. പ്രകൃതി സൗന്ദര്യം നമ്മുടെ മനസ്സിലേക്ക് സമാധാനം കൊണ്ടുവരുന്നു. അടുത്ത എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. എ ഗുഡ് എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് എ പേഴ്സൺസ് ലൈഫ്. ഒരു നല്ല വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല ചേഞ്ച് വരുത്തും. ന്യൂസ് റീഡിംഗ് ദീപ തന്നെയാണോ? വേറെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല മാം. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവര് വായിക്കട്ടെ. ന്യൂസ് റീഡിംഗ് വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ആരും എഴുതിയിട്ടില്ല അല്ലേ? ഞാൻ പറഞ്ഞിട്ട്. മിസ്സേ, ഞാൻ കുറച്ച് ക്ലാസ്സിൽ ഇല്ലായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? ബാക്കിയുള്ളവരെന്താ എഴുതാത്ത ന്യൂസ് റീഡിംഗ്? ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ പറയുന്നത്? അതാണോ എഴുതാത്തേ? മാത്രമേ എഴുതേ ഉള്ളൂ മിസ്സേ. എന്താ രശ്മി? ബേസ് മാത്രമേ എഴുതിയതേ ഉള്ളൂ. അതെ അല്ലേ? ഓക്കെ, ദീപ തന്നെ വായിച്ചോളൂ കേട്ടോ. മിസ് ഭാരമായിട്ടില്ല, സത്യം പറഞ്ഞാൽ മറന്നുപോയി. അതാണ് ഭാരമായിട്ടൊന്നുമില്ല, ചെയ്യാമെന്ന് ഉറക്കുള്ളൂ, പക്ഷെ മറന്നുപോയി. ഇപ്പൊ കുറെ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊന്നും വായിച്ചില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് വിട്ടുപോയി. അത് വിട്ടുപോയല്ലേ? അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഞാൻ മറന്നുപോയാലും നിങ്ങളാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് വായിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ മറന്നുപോയി. അടുത്ത ക്ലാസ്സിൽ മുതൽ വായിക്കാം. ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുവാണ്, ചിലപ്പോ ഞാൻ വിട്ടുപോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം മിസ്സേ, 10 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. ന്യൂസ് റീഡിംഗ് ഉണ്ട്, വേർഡ്സ് പറയാനുണ്ടെന്ന് എന്നോട് പറയാം. അപ്പൊ ഞാൻ ആ ടോപ്പിക്ക് നിർത്തിയിട്ട് അത് പറയാനായിട്ട്. ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഞാൻ എനിക്ക് തോന്നുന്നു മറന്നുപോയി. അതാണ്. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി നമുക്ക് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോവാം കേട്ടോ. ഓക്കെ, ഇതിപ്പോ വായിച്ചോളൂ കേട്ടോ. മിസ്സേ, ചെറിയ ന്യൂസ് മതിയല്ലോ അല്ലേ? മതി, ചെറുത് മതി. Screening panel format to finalize Padma awardees list. The state cabinet on Wednesday decided to form a screening committee with the Minister for Cultural Affairs Saji Cherian as convener to identity and finalize the list of individuals to be considered for the Padma Awards in 2026. Ministers K. Rajan, Krishnagudi, A.K. Shashindran, K.B. Ganesh Kumar, Rosie Augustine, and Kadanappalli Ramachandran will
will be the members and the chief secretary will the secretary of the committee. The cabinet also decided to appoint K.V. Balakrishnan Nair as managing director of the Malabar Cements Limited. അത്രേ ഉള്ളൂ, ഞാൻ ചെറിയൊരെണ്ണം എടുത്തു. താങ്ക് യു. ഓക്കെ, നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നേ? സൈൻ ഔട്ട് ചെയ്യാൻ ആളില്ലേ? സൈൻ ഔട്ട് ആരാ? ദീപ ചെയ്തത്. Thank you, Ashwini ma'am, for today's class. I truly enjoyed the session and learned a lot. A big thank you to our teacher for the valuable insights, and to all my classmates to the great interaction. Looking forward to our next session. For now, I am signing out. Take care and have a wonderful day, everyone. Thank you. Thank you, Deepa. Thank you, all of you. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ. Thank you. Thank you.